ഹായ്, ഗുഡ് മോർണിംഗ്. അടുത്ത വീക്കെൻഡായി. അപ്പോൾ നമ്മുടെ വർക്ക് തുടങ്ങാണ്. ഫസ്റ്റ് കുപ്പ പരിപാടി, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി ചേട്ടാ. എന്തൊക്കെയെന്ന് പരിപാടി എന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് തണുപ്പ് കുറച്ച് കുഴപ്പമില്ല ചേട്ടാ, വലിയ തണുപ്പൊന്നുമില്ല. ഏബിൾ ടു വാക്ക് അറൗണ്ട്. നമ്മൾ ആദ്യം വന്നിട്ട് ഇവിടെ ഈ കുപ്പ ഈ സാധനം ഇതിനകത്ത് ഇടുന്നിട്ടാ. ഈ സാധനം കണ്ടോ, നല്ല കെട്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിലേ അതിന് ഫൈന് വേറെ വരുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത സ്വീകരണ സ്ഥലമായ ചിക്കൻ കടയ്ക്ക് പോട്ടാ. നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി ചിക്കന് നമ്മൾ ഈ കടയിൽ നിന്ന് ഇങ്ങനെ ആ ചിക്കനെ ഈ ചിക്കനെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ചിക്കനൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മുടെ കൺമുന്നിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ചിട്ടുള്ള പരിചയമല്ലേ. ഇവിടെ വന്ന ആ പരിപാടി നടക്കില്ല. ഏതോ കാലത്ത് അതൊക്കെ വെറുതെ പറയട്ടാ, എപ്പോഴോ വെട്ടി റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ്റെ നമ്മൾ 1/2 കിലോ 1 കിലോ അങ്ങനെ പറഞ്ഞ് വാങ്ങിയിട്ട് അതാണ് വീട്ടിൽ കൊണ്ടുപോകണട്ടാ. താമസിക്കാൻ തൊട്ട് പിന്നിൽ ഞാൻ ഓൾറെഡി വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊരു അടിപൊളി സ്ഥലമാണ്. ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല ഗ്രൗണ്ടായിട്ട് ആൾക്കാർ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമായിട്ട് തോന്നില്ലേ? സത്യം പറഞ്ഞാൽ അല്ല കേട്ടാ. ഈ സ്ഥലം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള ആൾക്കാരാണ് നായ്ക്കളെ കൊണ്ടുപോയിട്ട് നായ്ക്കളുടെ ദൈനംദിന കൃത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമായിട്ട്. അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷെ ഇവിടെ കുറച്ച് ടീംസ്, നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടീംസ് ഇവിടെ ഉണ്ട്. അവർ സാറ്റർഡേയും സൺഡേ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ക്രിക്കറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. സോ അവരിവിടെ നിൽക്കുന്നുണ്ട്. അതല്ലാണ്ട് കുറച്ച് ഡോഗ്സിനായിട്ട് കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ഒരു കുപ്പയുടെ തൊട്ടി പോലെ തോന്നും നിങ്ങൾക്ക്. സത്യം പറഞ്ഞ കുപ്പയുടെ തൊട്ടിയല്ല. ഇവിടെ വാക്കിങ് വരുന്ന ഡോഗ്സ് ഇല്ലേ, ഈ ഡോഗ്സിൻ്റെ ഒക്കെ ആൾക്കാർ കൊണ്ടുവരുന്ന ഡോഗ്സിൻ്റെ ഒക്കെ ടോയ്ലറ്റ് അവർ തന്നെ കളക്ട് ചെയ്തിട്ട് ഇടാനുള്ള ബോക്സ് ആട്ടത്. അതായത് നമ്മുടെ നാട്ടിലെ സാധാരണ രീതിയിൽ ഒരു മെജോറിറ്റി ആൾക്കാരുടെ ക്യാരക്ടറായിട്ടാണ് ഞാൻ പറഞ്ഞത്. വീട്ടിലിരുന്നിട്ട് നമ്മൾ ആ സിനിമയിൽ വിജയരാഘവൻ പറഞ്ഞ പോലെ ചായ ചായ എന്നൊക്കെ പറയുമ്പോൾ ചായ കറക്റ്റ് മേശപ്പുറത്ത് വരിക, ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ആ പ്ലേറ്റ് അവിടെ തന്നെ വെക്കുക. അങ്ങനത്തെ പരിപാടിയൊക്കെ, അങ്ങനത്തെ ക്യാരക്ടറുള്ള ആൾക്കാരെ യൂറോപ്പിലോട്ട് വരാനായിട്ട് പ്ലാനേ ചെയ്യണ്ട കേട്ടാ. സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട്, അടുക്കളപ്പണി, ബാത്റൂം കഴുകല്, സാധനങ്ങൾ വാങ്ങിയിട്ട് വരല്, കുക്ക് ചെയ്യല്, എല്ലാ പരിപാടിയും ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിട്ടാ. അപ്പം ഇന്നിപ്പോൾ കടയിലേക്ക് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്താണ് മാർക്കറ്റ് അല്ലത്, സത്യത്തിൽ ഒരു പഞ്ചാബീസൊക്കെ റൺ ചെയ്യണ ഒരു കടയേട്ടാ. ആ കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങാൻ പോകട്ടാ. ശരി. ഇവിടെ അടുത്ത ടീം ഇവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഇന്ത്യക്കാർക്ക് പിന്നെ ഈ ക്രിക്കറ്റ് പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നാട്ടിൽ IPL നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് മെയിനായിട്ട് മിസ്സായിക്കൊണ്ടിരിക്കുന്ന കാര്യം. എന്ത് ചെയ്യാ, അവിടെ ചിക്കൻ കടയിൽ പോയിക്കൊണ്ടിരിക്കല്ലേ. ചിക്കൻ വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് സമക്കണ തമിഴിൽ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പൊ നമ്മളിവിടെ ഈ കടയുടെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടാ. ഞാനിത് ഈ വീഡിയോ മൊബൈലിലാണ് എടുക്കുന്നത്. മറ്റേ ഓസ്മോ പോക്കറ്റ് 3 അവിടെ വീട്ടിലായിരിക്കണേ. ഇതൊരു പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്ന വീഡിയോ അല്ല. ശരി, എന്തായാലും ഇങ്ങോട്ട് വന്നാലേ എന്ന് വെച്ചാൽ എടുക്കാണ്. ഞാൻ ഇവിടെ കട ഒരു ഖാൻ ബാബ എന്ന് പറഞ്ഞിട്ടൊരു കട പേര് കാണണ്ട. ഇവിടെ മറ്റേ പാനിപൂരി ഐറ്റംസ് എല്ലാം കിട്ടും. തൊട്ടപ്പുറത്തൊരു കടയുണ്ട്, അവിടെ ഈ വെജിറ്റബിൾസ് ഐറ്റംസ്, പച്ചക്കറി ഐറ്റംസ് എല്ലാം കിട്ടും. അത് കഴിഞ്ഞിട്ട് വേറൊരു കടയുണ്ട്, അവിടെ ഈ മീറ്റ്, ചിക്കനും കാര്യങ്ങളൊക്കെ. ഇവിടെ ചിക്കനൊക്കെ കുറച്ച് വില കുറവാണ് ഈ കടയിൽ. നമുക്ക് ഈ കട കണ്ട മുട്ടയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കടയിൽ പോയി കഴിഞ്ഞാൽ ചിക്കൻ മേടിക്കാം, കാണിച്ചു തരാം. പലതരം ഐറ്റംസ് മീറ്റ് ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. Need 1 kg chicken. 1 kg chicken. എന്താ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. ഇതൊരു നെതർലൻഡും അല്ല, വേറെ ഏതോ നാടാണ്. ഇതാണ് ചിക്കൻ്റെ കട കേട്ടാ. സത്യത്തിൽ ഞാൻ 1 കിലോ ചിക്കൻ വാങ്ങാനാണ് വന്നത്. പക്ഷെ ഈ കട കണ്ടു കഴിഞ്ഞാൽ, കടയിലുള്ള ഐറ്റംസ് കണ്ടു കഴിഞ്ഞാല് എന്താ വാങ്ങണ്ടെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിട്ടാ.
ഞാന് സത്യം പറഞ്ഞ നാട്ടിലുള്ള ചിക്കൻ ഫ്രഷ് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിലേക്കും വലിയ സംഭവട്ടാ. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തംകുളത്തി പട പറഞ്ഞ പോലെ ഇവിടെ ഭയങ്കര സംഭവട്ടാ. എന്റെ അപ്പോ ഇതൊക്കെ റെഡിയാക്കാൻ തന്നെ ഇവർക്ക് എത്ര സമയം എടുത്തിട്ടുണ്ടാവും നോക്കി നോക്ക്. മസാല പുരട്ടിയത്, മസാല പുരട്ടാത്തത്, എന്റെ അപ്പോ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടാ. ഇതിൽ ഏതാ വാങ്ങണ്ടെന്നേ കുറച്ച് കൺഫ്യൂഷനാണ്. ഞാൻ 1 കിലോ ചിക്കൻ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ മാറ്റാൻ തോന്നുന്നു. നോക്കട്ടെ എന്താ വാങ്ങണെന്ന് ഞാൻ പറയട്ടാ. കബാബ് ഐറ്റംസ് അടിപൊളിയാട്ടാ. ഇവിടെ നമ്മള് കൊണ്ടുപോയിട്ട് ഈ സാധനം ചൂടാക്കിയാൽ മാത്രം മതിട്ടാ. വെടിച്ചില സാധനമാണ് എന്റെ അപ്പോ, സൂപ്പർ സാധനം. 1/2 കിലോ ബീഫ്, 1 കിലോ ചിക്കൻ, അതാണ് ഇപ്പൊ വാങ്ങിയേക്കുന്നത് കേട്ടാ. 1375, 1375 പറയുന്നത് കേട്ടാ. ഞാൻ 2 റൊട്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടാ. റൊട്ടിയാന്നാ പറയണത്, കഴിച്ചു നോക്കാട്ടാ. ഒക്കെ കൂടി ഒരു 12,000 രൂപയുണ്ട്. കാർഡ് കൊടുക്കട്ടെ. അങ്ങനെ ഈ 2 റൊട്ടി, പിന്നെ ചിക്കൻ ആൻഡ് ബീഫ് കേട്ടാ. ചിക്കനും ബീഫും ഉണ്ട്. സോറി, ചിക്കനും ബീഫും വാങ്ങി പോവാണ്. അങ്ങനെ ബീഫ് വാങ്ങി, ചിക്കൻ വാങ്ങി, നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കട്ടാ. ബീഫ് അങ്ങനെ റെഗുലറായിട്ട് ഞാൻ വാങ്ങി കുക്ക് ചെയ്യണ, വീട്ടിലൊന്നും ചെന്നൈയിലൊന്നും കുക്ക് ചെയ്യണ പരിപാടിയല്ല കേട്ടാ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല കുട്ടൻ ബിരിയാണി, നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സിന്റെ വീട്ടിൽ നല്ല കുട്ടൻ ബിരിയാണി അടിക്കാനല്ലാണ്ടേ നമ്മൾ വീട്ടിൽ വാങ്ങി കഴിക്കാൻ ഉണ്ടാക്കാറൊന്നുമില്ല. എന്തായാലും ഇവിടെ നിന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഓക്കെ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് എങ്ങനെ ഉണ്ടായി എന്ന് കാണിക്കാൻ, ഇതെങ്ങനെ കറി എന്താവും എന്ന് എനിക്കെന്നെ അറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ കറി ഉണ്ടാക്കിയതിനു ശേഷമുള്ള വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടാ. അപ്പൊ അങ്ങനെ ഹാപ്പി വീക്കെൻഡ് ടു ഓൾ ഓഫ് യു. വേറെ വല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും നോക്കട്ടെ. എനിക്ക് ഒരു 1-2 സ്ഥലം ഇവിടെ പോകാണ്ട് കേട്ടാ. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ ചീസിനൊക്കെ പേര് കേട്ട ഹൗഡ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. ഈ മത്തങ്ങയുടെ ഷേപ്പില് ചീസൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് വെക്കണ. അവിടെ ഈ തേഴ്സ്ഡേസിൽ മാർക്കറ്റ് ഉണ്ട്. അവിടുത്തെ ഫാമേഴ്സ് ഒക്കെ വന്നിട്ടേ വെക്കണ ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടാ. ഹൗഡ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേൾഡ് ഫേമസ് ആണ്. അപ്പൊ അവിടെ ഈ വ്യാഴാഴ്ച പോകുന്നുണ്ട്. അതല്ലാണ്ട് വേറെ വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ കാണാട്ടാ. ഹാപ്പി വീക്കെൻഡ്. ബൈ.